വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. അപ്പം നമ്മൾ ഇന്ന് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പണിഷ്മെൻറ്റ് അണ്ടർ BNS ആണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെക്ഷൻ 4 നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പണിഷ്മെൻറ്റ് പറയുന്നത്. അതിൽ നമുക്ക് 6 കാറ്റഗറി ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പാണ് നമുക്ക് പണിഷ്മെൻറ്റ് നമ്മുടെ ഇന്ത്യൻ ലോയിലുള്ളത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡെത്ത് ആവാം, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ആവാം, ഇംപ്രിസൺമെൻറ്റ് ഫോർ ഫിക്സ്ഡ് പീരീഡ് ആവാം, ഫോർ ഫ്യൂച്ചർ ഓഫ് പ്രോപ്പർട്ടി ആവാം, ഫൈൻ ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് ആവാം. BNSലാണ് മെയിനായിട്ട് ഈ കമ്മ്യൂണിറ്റി സർവീസ് വന്നിരിക്കുന്നത്. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഇനി ഡെത്ത് സെൻറ്റൻസ് ഏതൊക്കെ ഒഫൻസസ് ചെയ്താലാണ് നമ്മളുടെ BNSൻ്റെ അണ്ടറിൽ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുകയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് വേജിങ് വാർ എഗെയിൻസ്റ്റ് ഗവൺമെൻറ് ആണ്. അടുത്തത് അബറ്റ്മെൻറ്റ് ഓഫ് മ്യൂട്ടിനി ആക്ച്വലി കമ്മിറ്റഡ്, ഫാബ്രിക്കേറ്റിംഗ് ഓർ ഗിവിംഗ് ഫോൾസ് എവിഡൻസ്, മർഡർ, കിഡ്നാപ്പിംഗ്, murder by a person under sentence of imprisonment for life, abetment of suicide, causing death in course of rape, dacoity with murder, abetment of suicide of insane അല്ലെങ്കിൽ ഒരു intoxicated persons. അപ്പം നമ്മൾ ഡെത്ത് പണിഷ്മെൻ്റാണ് പറഞ്ഞത്. എല്ലാവർക്കും വരുന്ന ഡൗട്ടായിരിക്കും പോയിൻറ്റ് 6, അതായത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് പണിഷ്മെൻറ്റ് കിട്ടിയ ഒരാൾ മർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് സെൻറ്റൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുമോ എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം 303 IPC അനുസരിച്ചിട്ട് അതെന്താണ് സ്ട്രക്ക് ഡൗൺ ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് ലോ നമുക്ക് നോക്കാം. മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഈ കേസിലാണ് 303 സ്ട്രക്ക് ഡൗൺ ആണ് എന്ന് പറയുന്നത്. അതായത് 104 ഓഫ് BNS. IPCയിൽ 303 ആണെങ്കിൽ BNSൽ അത് എത്രയാണ്? 104 ആണ്. ഈ 104 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പേഴ്സൺ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന ഒരാൾ ഒരു മർഡർ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ? അതെന്താണെന്നാണ് പറയുന്നത്. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ് ഭജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അതായത് അതിലെന്താ പറയണമെന്ന് പറഞ്ഞാൽ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുന്നത് റെയറസ്റ്റ് ഓഫ് റെയർ കേസസിൽ മാത്രമായിരിക്കും. അതായത് തോന്നിയ പോലെ നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് ഡെത്ത് സെൻറ്റൻസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റോ കൊടുക്കാൻ പറ്റില്ല. അത്രയും റെയറസ്റ്റ് ഓഫ് റെയർ കേസസിൽ മാത്രമാണ് നമ്മൾ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുക. ഇത് IPCയിലുള്ളതാണെങ്കിൽ പോലും അതിപ്പോൾ എന്താണ് BNSലും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.